സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി തേടിയിരിക്കുകയാണ് SIT. സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്താൻ ദേവസ്വം ബോർഡിനോടാണ് അനുമതി തേടിയത്. ബോർഡ് തന്ത്രിയോടും അനുമതി തേടി. ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് തന്ത്രിയുടെ മറുപടി. ഹരിമോഹൻ തുടരുന്നുണ്ട്. ഹരി, നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഒരു വ്യക്തത കണ്ടെത്താൻ ഈ സന്നിധാനത്ത് നടക്കുന്ന സ്ട്രോങ് റൂം അടക്കമുള്ള സ്ഥലത്ത് നടത്തുന്ന പരിശോധനയിലൂടെ സാധിക്കും. നേരത്തെ അമിക്കസ് ക്യൂറിയുടെ പരിശോധന പൂർത്തിയായിരുന്നു. ഈ വാതിൽ, പഴയ വാതിൽ അടക്കമുള്ളത് അവിടെ ഉണ്ട്, സ്ട്രോങ് റൂമിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നല്ലോ ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ അടക്കം ഒരുപാട് കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധനയിലൂടെയാണ് കാര്യങ്ങൾ വ്യക്തമാകാനും സാധിക്കൂ എന്ന് മനസ്സിലാക്കി തന്നെയല്ലേ SITയുടെ ഈ നീക്കം? ശ്രുതി, ഈ ശബരിമലയിലെ പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ആ പാളികൾ അഴിച്ചു മാറ്റേണ്ട ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ അഴിച്ച് വാങ്ങിക്കൊണ്ട് ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ മാത്രമേ ആ പരിശോധന പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെയുള്ള ഏത് പരിശോധനയും പൂർണ്ണമാകില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. നേരത്തെ ഹൈക്കോടതിയും ഇത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ SITയോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ച അനുമതി തേടിയത്. SIT അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ പോലും അങ്ങനെ പാളികൾ സ്വമേധയാ അഴിക്കാനോ അല്ലെങ്കിൽ അതിൽ ശാസ്ത്രീയ പരിശോധന നടത്താനോ കഴിയില്ല. അതിന് കൃത്യമായ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് അനുമതി ലഭിക്കേണ്ടതുണ്ട്. ആ അനുമതിയുടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ദേവസ്വം ബോർഡിന് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആ കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി തന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഇനി തന്ത്രിയാണ് ഇതിന്റെ ആചാര കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെങ്ങനെയാണ് ആ പാളികൾ അഴിച്ചു മാറ്റിക്കൊണ്ട് അത് അന്വേഷണ സംഘത്തിന് നൽകേണ്ടത്, അതെങ്ങനെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൊടുത്തുവിടേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ചടങ്ങുകൾ ബാക്കിയുണ്ടോ, തന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഈ പാളികൾ അഴിക്കുന്ന സമയത്ത് ചടങ്ങുകൾ വേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അത് തന്ത്രി തന്നെയാണ് തീരുമാനിക്കുക. തന്ത്രി ഇക്കാര്യം ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് ഇക്കാര്യം SITയെയും പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ ഈ മണ്ഡലകാലം തുടങ്ങാറാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാളികൾ ആ സമയത്ത് അവിടെ നിന്ന് അഴിച്ചുകൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ നടത്തുക എന്ന് പറയുന്നതിനകത്ത് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അതിന് ദേവസ്വം ബോർഡിന്റെ വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായി ആലോചിച്ച് മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ മാത്രമായിരിക്കും അനുമതി നൽകുക. പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധന ഇത്രയധികം നീണ്ടുപോയതാണ് ഇപ്പോൾ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം നേരത്തെ ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ നടന്നിരുന്നെങ്കിലും മറ്റ് പ്രതികളുടെ അറസ്റ്റും മൊഴി ശേഖരിക്കലും അടക്കമുള്ള തിരക്കുകളിലേക്ക് SIT കടന്നതുകൊണ്ടാണ് അത് ഒരുപാട് നീണ്ടുപോയത്. ഇനിയിപ്പോൾ എന്തായാലും തീരുമാനം തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരണം. അത് ദേവസ്വം ബോർഡ് SITയെ അറിയിക്കുകയും ചെയ്യും. സന്നിധാനത്ത് എന്തായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി തേടിയിരിക്കുകയാണ് SIT. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.